ഗുഡ് മോർണിംഗ്. എൻ്റെ ടോപ്പിക് ആൽഗൽ ബ്ലൂംസ് ആണ്. ആൽഗൽ ബ്ലൂംസ് ഒരു ജനറൽ ടോപ്പിക്കാണ്. നമ്മൾ എൻവയോൺമെന്റൽ സ്റ്റഡീസിലൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടെ അതിന്റെ ഫൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രസന്റേഷനിൽ ഫസ്റ്റ് ആൽഗൽ ബ്ലൂംസ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ആൽഗൽ ബ്ലൂംസിൽ വരുന്ന കുറച്ച് ടെർമിനോളജീസ് ഒക്കെ ഉണ്ട്. റെഡ് ടൈഡ്സ്, യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻസ്, പിന്നെ അതുപോലെ ഹാബ്സ്, ഹാർംഫുൾ ആൽഗൽ ബ്ലൂംസ്, ആ ടെർമിനോളജീസിനെയൊക്കെ പറ്റി പറയുന്നുണ്ട്. അതിനുശേഷം ആൽഗൽ ബ്ലൂംസ് ഉണ്ടാക്കുന്ന കുറച്ച് ഓർഗാനിസംസ് അല്ലെങ്കിൽ സ്പീഷീസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 8 സ്പീഷീസിനെ പറ്റി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൽഗൽ ബ്ലൂംസ് ഫോം ചെയ്യാനായിട്ട് ഈ പറഞ്ഞ സ്പീഷീസിനെയൊക്കെ ഫേവർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് റീസൺസ് ഫോർ ആൽഗൽ ബ്ലൂംസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം എക്കോളജിക്കലി ഒരുപാട് നോയിസൻസ് ഉണ്ടാക്കുന്നവരാണ് ആൽഗൽ ബ്ലൂംസ്. അപ്പൊ എന്താ, അവരുണ്ടാക്കുന്ന പ്രോബ്ലംസ് അത് എക്കോളജിക്കൽ ആസ്പെക്ട്സിലായാലും ഹെൽത്ത് ആസ്പെക്ട്സിലായാലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൽഗൽ ബ്ലൂംസ്, എല്ലാ ആൽഗൽ ബ്ലൂം ഫോമിംഗ് സ്പീഷീസും ഹാർംഫുൾ അല്ല, കുറെയൊക്കെ ബെനിഫിഷ്യൽ ആണ്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ യൂസസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അവരുടെ യൂസസിനെക്കാളും പൊട്ടന്റ് ആയിട്ടുള്ളത് അവർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് തന്നെയാണ്. അപ്പൊ കൂടുതലും നമ്മൾ ആൽഗൽ ബ്ലൂംസ് കൺട്രോൾ ചെയ്യാറാണ് പതിവ്. അപ്പൊ അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണെന്നും നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഇതാണ് ഒരു ഓവർവ്യൂ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആൽഗൽ ബ്ലൂംസ് എന്ന് പറഞ്ഞാൽ ഒരു അക്വാട്ടിക് സിസ്റ്റത്തില് ആൽഗൽ പോപ്പുലേഷന്റെ റാപ്പിഡ് ഇൻക്രീസിനെ പറയുന്നതാണ് ആൽഗൽ ബ്ലൂംസ്. ഇപ്പൊ ഈ ആൽഗൽ കോളനീസിന്റെ ഗ്രോത്ത് ഒരു വാട്ടർ ബോഡിയുടെ സർഫസിൽ ഒരു സ്കം അല്ലെങ്കിൽ ഒരു മാറ്റ് പോലെ കാണപ്പെടും. സ്കം എന്ന് പറഞ്ഞാൽ പത പോലെ അല്ലെങ്കിൽ മാറ്റ് പോലെ കാണപ്പെടും. ഈ സ്കം ഫോമിംഗ് ആയിട്ടുള്ള സ്പീഷീസ് കുറവാണ്. കുറച്ച് സ്പീഷീസ് മാത്രമേ സ്കം ആയിട്ട് ഫോം ചെയ്യുള്ളൂ. മെജോറിറ്റിയും മാറ്റ് പോലെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇപ്പൊ ഒരു വാട്ടർ ബോഡിയിൽ ന്യൂട്രിയൻസിന്റെ എൻറിച്ച്മെന്റ് ഉണ്ടാകുമ്പോഴാണ് ആൽഗ റാപ്പിഡ് ആയിട്ട് വളരുന്നതും അത് ആൽഗൽ ബ്ലൂംസ് ഫോം ചെയ്യുന്നത്. അതിൽ വരുന്ന മെയിൻ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ നിന്നും സീവേജ് വേസ്റ്റിൽ നിന്നൊക്കെ വരുന്ന നൈട്രജൻ, ഫോസ്ഫറസ് ഒക്കെ പോലെയുള്ള ന്യൂട്രിയൻസ് ആണ്. ഇത് ഈ വാട്ടർ ബോഡീസിലേക്ക് നിറയുമ്പോഴത്തേക്കും ആ വാട്ടർ ബോഡിക്ക് ഏജിങ് ഉണ്ടായി എന്ന് പറയും. അതിനെ നമ്മൾ നാച്ചുറൽ ഏജിങ് എന്ന് പറയുന്ന ടെർമിനോളജി കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പിന്നെന്താ, ആൽഗൽ ബ്ലൂംസ് ഫ്രഷ് വാട്ടറിലും മറൈൻ വാട്ടറിലും കാണപ്പെടും. സാൾട്ട് വാട്ടർ ബ്ലൂംസ് അല്ലെങ്കിൽ ആൽഗൽ ബ്ലൂംസ് മറൈനിൽ ഉണ്ടാവുമ്പോഴത്തേക്കും അതിന് നമ്മൾ റെഡ് ടൈഡ്സ് എന്ന് പറയുന്ന ഫിനോമിനൻ എന്നാണ് പറയുന്നത്. അത് ഫ്രഷ് വാട്ടർ ബ്ലൂംസ് ആകുമ്പോഴത്തേക്കും അതിന് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയും. ഈ ആൽഗൽ ബ്ലൂംസ്, എസ്പെഷ്യലി മറൈൻ ആൽഗൽ ബ്ലൂംസ്, ഒരുപാട് ടോക്സിൻസ്, പൊട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ടോക്സിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത റെഡ് ടൈഡ്സ് അല്ലെങ്കിൽ യൂട്രോഫിക്കേഷൻ. റെഡ് ടൈഡ്സും യൂട്രോഫിക്കേഷൻ എന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് റെഡ് ടൈഡ്സ് നോക്കാം. കോസ്റ്റൽ വാട്ടർ അല്ലെങ്കിൽ മറൈൻ വാട്ടറിൽ ആൽഗൽ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ട് ആൽഗൽ ബ്ലൂംസ് ഉണ്ടാവുകയും അത് കോസ്റ്റൽ വാട്ടറിന്റെ ഡിസ്കളറേഷൻ, അതിന്റെ കളർ, വാട്ടർ ബോഡിയുടെ കളറിന് മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഫിനോമിന തന്നെയാണ് റെഡ് ടൈഡ്സ് എന്ന് പറയുന്നത്. ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഡൈനോഫ്ലജല്ലേറ്റ്സ് ആണ് കൂടുതലായിട്ടും റെഡ് ടൈഡ്സ് കോസ് ചെയ്യുന്നത്. അതിൽ തന്നെ മെയിൻ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഗോണിയോലിക് സ്പീഷീസ്, കരീനിയ സ്പീഷീസ് ഒക്കെയാണ്. ഈ റെഡ് ടൈഡ്സ് ഉണ്ടാക്കുന്ന സ്പീഷീസിലൊക്കെ ഫ്യൂക്കോക്സാന്തിൻ, ഡയഡിനോക്സാന്തിൻ, പെരിഡിനിൻ, ഫൈക്കോറിത്രിൻ ഒക്കെ പോലെയുള്ള ഒരുപാട് യെല്ലോ ബ്രൗൺ കളർ അല്ലെങ്കിൽ റെഡിഷ് കളർ പിഗ്മെന്റ്സ് ഒക്കെ കാണും. അതുകൊണ്ടാണ് അവർ വാട്ടർ ബോഡീസിൽ ഡിസ്കളറേഷൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ റെഡ് ടൈഡ് ഉണ്ടാക്കുന്ന സ്പീഷീസിന് ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള പൊട്ടൻ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. അടുത്ത് പറയാൻ പോകുന്നത് യൂട്രോഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ഫ്രഷ് വാട്ടർ ബോഡീസ്, അതായത് ഈ പോൺസ്, ലേക്സിലൊക്കെ നൈട്രജൻ, ഫോസ്ഫറസ് പോലുള്ള ന്യൂട്രിയൻസ് അക്യുമുലേറ്റ് ചെയ്യും. അത് അലോങ് വിത്ത് ടൈം ആൽഗയുടെ ന്യൂമറസ് ഗ്രോത്തിന് കാരണമാവും. ഈ ആൽഗൽ ഗ്രോത്ത് ഒരു മാറ്റ് പോലെ വാട്ടറിന്റെ സർഫസിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ മാറ്റ് പോലെ കിടക്കുമ്പോഴത്തേക്കും സൺലൈറ്റ് ഒക്കെ വാട്ടർ ബോഡീസിന്റെ ബേസിൽ എത്തുന്നതിനെ അവർ തടയും. അതുപോലെ വാട്ടർ ബോഡിയിൽ ഡിസോൾഡ് ഓക്സിജന്റെ അളവൊക്കെ ഇവർ കുറയ്ക്കും. അപ്പൊ എന്താ, അവിടെ ഒരു ഡെഡ് ഏരിയ അല്ലെങ്കിൽ ഡെഡ് സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഡെഡ് സോൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വാട്ടറിൽ ഡിസോൾഡ് ഓക്സിജന്റെ അളവ് കുറയുന്ന ഏരിയയാണ് നമ്മൾ ഡെഡ് സോൺസ് അല്ലെങ്കിൽ ഡെഡ് ഏരിയ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ആൽഗൽ ബ്ലൂംസ് ഉണ്ടാക്കുന്ന സ്പീഷീസ് അല്ലെങ്കിൽ അതിന് ഓർഗാനിസത്തിനെയൊക്കെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വന്നിട്ട് ഗോണിയോലെക്സ് ആണ്. ഗോണിയോലെക്സ് എന്ന് പറഞ്ഞാൽ അക്വാട്ടിക് ആയിട്ട് മറൈൻ ആയിട്ടുള്ള
ഡൈനോഫ്ലജല്ലേറ്റ്സ് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്നത് ഗോണിയോലെക്സ് പൈനിഫെറ എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. അവർക്ക് റെഡ് ടൈഡ്സ് കോസ് ചെയ്യാനുള്ള പിഗ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അവര് റെഡ് ടൈഡ്സ് കോസ് ചെയ്യുന്ന സ്പീഷീസ് ആണ്. എസോടോക്സിൻ എന്ന് പറയുന്ന ഒരു പോളി ഈതർ ടോക്സിൻസ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടോക്സിൻസ് കൂടുതലും ഷെൽ ഫിഷസിൽ അക്യുമുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഷെൽ ഫിഷസ് ഹ്യൂമൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാമൽസോ ഒക്കെ കൺസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസും ഈവൻ ഡെത്ത് വരെ ഉണ്ടാക്കാറുണ്ട്. അടുത്ത സ്പീഷീസ് എന്ന് പറയുന്ന കരീനിയ ബ്രേവിസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ഇവരും ഡൈനോഫ്ലജല്ലേറ്റ്സ് ആണ്. റെഡ് ടൈഡ്സ് കോസ് ചെയ്യുന്ന ഡൈനോഫ്ലജല്ലേറ്റ്സ് തന്നെയാണ് കരീനിയയും. ഇത് കോസ്റ്റൽ വാട്ടറിന് ഡീപ്പ് റെഡ് കളറേഷൻ കൊടുക്കുന്ന സ്പീഷീസ് ആണ്. ഇവർക്ക് ബ്രെവി ടോക്സിൻസ് എന്ന് പറയുന്ന പൊട്ടന്റ് ആയിട്ടുള്ള ന്യൂറോ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ ഈ ബ്രെവി ടോക്സിൻസ് ഒരു ന്യൂറോ ടോക്സിൻ ആണ്. അപ്പൊ നമ്മൾ കൺസ്യൂം എങ്ങനെയെങ്കിലും നമുക്കത് നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യും. പാരാലിസിസോ ബ്രീത്തിങ് പ്രോബ്ലംസോ ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും. അടുത്തത് മൈക്രോസിസ്റ്റിസ്. അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് എന്ന് പറയുന്നത് മൈക്രോസിസ്റ്റിസ് അറൂജിനോസ ആണ്. ഇതൊരു കൊളോണിയൽ ആയിട്ടുള്ള യൂണിസെല്ലുലാർ സയനോ ബാക്ടീരിയ, അതായത് ബ്ലൂ ഗ്രീൻ ആൽഗിയിൽ വരുന്നവരാണ്. ഇവർക്ക് മൈക്രോസിസ്റ്റിൻസ് എന്ന് പറയുന്ന ഹാർംഫുൾ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവരെന്ന് പറഞ്ഞാല് വാട്ടർ കോളം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഇവരുടെ കോളനീസ് ആ വാട്ടറിന്റെ സർഫസിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അതായത് റണ്ണിങ് വാട്ടറിൽ ഇവർ ഒരിക്കലും ആൽഗൽ ബ്ലൂംസ് ഉണ്ടാക്കാറില്ല. ഇവർ കൂടുതലും യൂട്രോഫിക്കേഷന് കാരണമാവുന്ന സ്പീഷീസ് ആണ്. അടുത്തത് എയറോകോക്കസ്. എയറോകോക്കസ് അനോഫാജിഫറൻസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇവര് ബ്രൗൺ ടൈഡ്സ് ഉണ്ടാക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്പീഷീസ് ആണ്. ബ്രൗൺ ടൈഡ്സ് എന്ന് പറയുമ്പോൾ ഇവര് ഉണ്ടാക്കുന്ന ഈ ആൽഗൽ ബ്ലൂംസ് ആ വാട്ടറിന് ഒരുപാട് ടർബിഡിറ്റി, ബ്രൗൺ കളറിലുള്ള ടർബിഡിറ്റി പ്രൊവൈഡ് ചെയ്യും. അതാണ് നമ്മളിവിടെ മഡി ഹെയ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇവരൊരു ഹെറ്ററോകോണ്ട് ആൽഗയാണ്. അതായത് ഇവർക്ക് അൺഈക്വൽ ആയിട്ടുള്ള 2 ഫ്ലജെല്ല ഉണ്ടാവും. പിന്നെ ഇവർ കൂടുതലും എസ്റ്ററീസിൽ കോളനൈസ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഇവര് സ്കാലോപ്സിന്റെയും മസിൽസിന്റെയും ഒക്കെ ഹാർവസ്റ്റിങ്ങിന് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ആൽഗയാണ്. അടുത്ത് വന്നിട്ട് പ്രിംനീഷ്യം പാർവം. പ്രിംനീഷ്യം പാർവം എന്ന് പറയുന്നത് ഒരു ബൈഫ്ലജല്ലേറ്റഡ് ആൽഗയാണ്. ഹാപ്റ്റോഫൈറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഉള്ളിൽ വരുന്നവരാണ് പ്രിംനീഷ്യം പാർവം. ഹാപ്റ്റോഫൈറ്റ് ഗ്രൂപ്പ് എന്താണെന്ന് വെച്ചാൽ ഹാപ്റ്റോനീമ എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഉള്ള ആൽഗയെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഹാപ്റ്റോഫൈറ്റ്. ഹാപ്റ്റോനീമ എന്താണെന്ന് നമ്മൾ താഴെ പറയുന്നുണ്ട്. ഇവര് ഹാംഫുൾ ആയിട്ടുള്ള ആൽഗൽ ബ്ലൂംസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവരുടെ ക്ലോറോപ്ലാസ്റ്റിന് യെല്ലോ ഗ്രീൻ ടു ഒലീവ് ഗ്രീൻ കളർ ആയിരിക്കും. അപ്പോഴും ഇവരൊരു മാറ്റ് പോലെ ആയിരിക്കും, ഗ്രീൻ കളർ മാറ്റ് പോലെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. പിന്നെ ഫ്രഷ് വാട്ടറിലും ബ്രാക്കിഷ് വാട്ടറിലും മറൈൻ വാട്ടറിലും ഒക്കെ അഡാപ്റ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഇവര്. ഇവർക്ക് വൈഡ് റേഞ്ച് ഓഫ് സലൈനിറ്റി ത്രൈവ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു യൂറി ഹാലൈൻസ് എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഹാപ്റ്റോഫൈറ്റ് ആണ്. അപ്പൊ അവർക്ക് ഹാപ്റ്റോനീമ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. വാട്ടറിന്റെ സർഫസിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഹാപ്റ്റോനീമൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഹലോ, അടുത്തത് ക്രൈസോക്രോമുലീന ആണ്. ക്രൈസോക്രോമുലീന പോളിയപ്പിസ് എന്ന് പറയുന്ന സ്പീഷീസ് ഒരു ബൈഫ്ലജല്ലേറ്റഡ് ആണ്. അതും ഒരു ഹാപ്റ്റോഫൈറ്റ് ആണ്. ഇവര് ഫോട്ടോട്രോഫിക് ആയിട്ടുള്ളവരാണ്. ബ്രാക്കിഷ് വാട്ടറിലും മറൈൻ വാട്ടറിലും ഉള്ള സ്പീഷീസ് ആണ് ക്രൈസോക്രോമുലീന എന്ന് പറയുന്നത്. ഇവര് ഫാഗോട്രോഫി എക്സിബിറ്റ് ചെയ്യാറുണ്ട്. ഫാഗോട്രോഫി എന്ന് പറഞ്ഞാല് ഒരു ടൈപ്പ് ന്യൂട്രീഷണൽ മെക്കാനിസം ആണ്. നമ്മുടെ അമീബയൊക്കെ എക്സിബിറ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഫീഡിംഗ് മെക്കാനിസം ആണ് ഫാഗോട്രോഫി. ഇവർക്ക് ഒരുപാട് ടോക്സിൻ കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹാപ്റ്റോഫൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഇവർക്കും അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട് ഹാപ്റ്റോനീമൽ സ്ട്രക്ചേഴ്സ് പ്രസന്റ് ആണ്. അടുത്ത് വന്നിട്ട് ഫയോസിസ്റ്റിസ്. ഫയോസിസ്റ്റിസ് പൗച്ചെറ്റി എന്ന് പറയുന്നതും ഒരു ഹാപ്റ്റോഫൈറ്റ് ആണ്. ഇവര് വൈഡ് റേഞ്ച് ഓഫ് ഇവർ കൂടുതലും ഓഷ്യൻസിൽ കാണപ്പെടുന്ന സ്പീഷീസ് ആണ്. ഇവർക്ക് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലും വൈഡ് റേഞ്ച് ഓഫ് സലൈനിറ്റിയിലും അഡാപ്റ്റഡ് ആയിട്ടുള്ളവരാണ്. അപ്പൊ ഇവർ നമുക്ക് യൂറി തെർമൽ എന്നും യൂറി ഹാലൈൻസ് എന്നും ഒക്കെ പറയാം. ഇവർക്ക് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള കോളനീസ് ഫോം ചെയ്യാനായിട്ടുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്.
ഇവര് ഫോമിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കം ഫോമിംഗ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു സ്കം അല്ലെങ്കിൽ മാറ്റ് പോലെ കാണപ്പെടും. കൂടുതലും മാറ്റ് പോലെയാണെങ്കിലും ഫോമിംഗ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് പയോസെസ്റ്റിസ് പൗച്ചെറ്റി എന്ന് പറഞ്ഞാല്. പക്ഷേ ഇവര് ഫോം ചെയ്യുന്ന സ്കം ഓർഡറസ് ആയിട്ടുള്ള സ്കം ആണ്. പിന്നെ ഇവര് ഓഷ്യാനിക് കാർബൺ സൈക്കിളിലെ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ആണ്. പിന്നെ ഈ സ്പീഷീസിന് ഡൈമീഥൈൽ സൾഫൈഡ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് സൾഫർ സൈക്കിളിലും ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന സിലിൻഡ്രോസ്പെർമം റാസിബോസ്ക എന്ന് പറയുന്ന ഒരു സയനോ ബാക്ടീരിയ ആണ്. ഇവർക്ക് പൊട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അനാടോക്സിൻ, സാക്സിടോക്സിൻ, സിലിൻഡ്രോസ്പെർമോപ്സിൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് ടോക്സിൻസ് ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതില് സിലിൻഡ്രോസ്പെർമോപ്സിന്റെ കൺസംഷൻ നമ്മുടെ ലിവർ, കിഡ്നി അതുപോലുള്ള ഓർഗൻസിനെയൊക്കെ ബാധിക്കും, നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. പിന്നെ ഈ ടോക്സിൻസിന് സ്കിൻ ഇൻഫെക്ഷൻസ്, നമ്മൾ അതുമായിട്ട് ഇൻ ടച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനും പറ്റും. അടുത്ത് നമ്മൾ പറയാൻ പോകും, ഇപ്പൊ നമ്മള് സെറ്റ് ഓർഗാനിസത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളൊരു ടെർമിനോളജിയാണ് പറയാൻ പോകുന്നത്, ഹാപ്സ് അല്ലെങ്കിൽ ഹാംഫുൾ ആൽഗൽ ബ്ലൂംസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ആൽഗയൊക്കെ ഒരുപാട് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ടോക്സിൻസിന്റെ പ്രൊഡക്ഷൻ വഴി അക്വാട്ടിക് ഓർഗാനിസത്തിനോ അല്ലെങ്കിൽ മറ്റു ഓർഗാനിസത്തിനോ ഒക്കെ മെക്കാനിക്കൽ ഡാമേജസോ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട്സോ ഒക്കെ ഉണ്ടാക്കുന്ന ആൽഗൽ ബ്ലൂംസിനെ ജനറലി പറയുന്നതാണ് ഹാപ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് ഒരുപാട് ടോക്സിൻസ്, ഫൈക്കോടോക്സിൻസ് അതായത് ആൽഗൽ ടോക്സിൻസ് അല്ലെങ്കിൽ ബയോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളവരാണ്. അപ്പൊ അതിൽ വരുന്ന മെയിൻ ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ സയനൈഡ്, ഒക്കഡൈക് ആസിഡ്, ഡൊമോയിക് ആസിഡ്, പ്രിംനീഷ്യം ടോക്സിൻസ്, സാക്സി ടോക്സിൻസ്, സിഗുവ ടോക്സിൻസ് ഒക്കെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടോക്സിൻസ് ഒക്കെ ഇതിൽ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഇവര് ഷെൽഫിഷ് പോയിസണിങ്ങിനും ലാർജ് സ്കെയിൽ മറൈൻ മോർട്ടാലിറ്റി ഇവന്റ്സിനും ഒക്കെ കാരണമാവുന്ന സ്പീഷീസ് ഒക്കെയാണ് ഈ ഹാബ്സിന്റെ ഉള്ളിൽ വരുന്നത്. പിന്നെ സീ ഗ്രാസസിന്റെയും കോറൽ റീഫ് എക്കോസിസ്റ്റത്തിനെയും ഒക്കെ ഹാംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുന്നവരാണ് ഹാംഫുൾ ആൽഗൽ ബ്ലൂംസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പീഷീസ് ഒക്കെ. ഇപ്പൊ നമ്മൾ കുറച്ച് ആൽഗൽ ബ്ലൂം കോസിങ് ഓർഗാനിസംസിനെ ഒക്കെ കണ്ട്, അപ്പൊ അവർക്ക് ബ്ലൂം ഫോം ചെയ്യാനായിട്ട് ഫേവർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റീസൺസ് ഉണ്ട്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ്, ന്യൂട്രിയൻ ഡിസ്ചാർജ് ഓൺ സീ വാട്ടർ ഓർ ഫ്രഷ് വാട്ടർ. ഇപ്പൊ നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ ഡിസ്ചാർജസ്, ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ ഉള്ള കെമിക്കൽ ഡിസ്ചാർജസ് ഒക്കെ അടുത്തുള്ള പോൺസിലൊക്കെയാണ് അവർ ഒഴുക്കിയിടുന്നത്. അപ്പൊ അതിലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം പോലെയുള്ള ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ അത് ആ വാട്ടർ ബോഡിയിൽ തങ്ങിക്കിടക്കുകയും അവിടെ അവർ ആൽഗയുടെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ചില സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിൽ ലീക്കേജ് ഉണ്ടാവും. അപ്പൊ ആ ലീക്കേജ് ഉണ്ടായിട്ട് അത് വാട്ടർ ബോഡീസിലേക്കായിരിക്കും ലീക്ക് ആയി പോകുന്നത്. അപ്പൊ അവിടെ ന്യൂട്രിയൻസിന്റെ എൻറിച്ച്മെന്റ് ഉണ്ടാവുകയും അങ്ങനെ അവിടെയും ആൽഗൽ ബ്ലൂംസിന്റെ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. അടുത്ത് പറയുന്ന ഗ്ലോബൽ ക്ലൈമറ്റിക് ചേഞ്ചസ് ഒരു റീസൺ ആയിട്ട് പറയുന്നുണ്ട്. സലൈനിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ആൽഗൽ ഗ്രോത്തില് എൻഹാൻസ്ഡ് ആവും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ആൽഗയ്ക്ക് വൈഡ് റേഞ്ച് ഓഫ് സലൈനിറ്റി ഒക്കെ അഡാപ്റ്റഡ് ആണ് അവർ. അപ്പൊ അവർക്ക് ഒരുപാട് സലൈനിറ്റിയിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. അടുത്ത സീ ലെവൽ റൈസ് അല്ലെങ്കിൽ അപ്വെല്ലിംഗ്. സീ ലെവൽ റൈസ് നമുക്കറിയാം, സമുദ്രത്തിന്റെ നിരപ്പ് ഉയരുന്നതാണ്. അപ്വെല്ലിംഗ് എന്ന് പറഞ്ഞാല് എന്താ, ഡീപ്പായിട്ടുള്ള കോൾഡ് വാട്ടർ സർഫസിലേക്ക് പൊങ്ങി വരും, എന്നിട്ട് സർഫസിലുള്ള വാം വാട്ടർ അടിയിലേക്ക് പോകും. അങ്ങനെ ഒരു ഫിനോമിനയാണ് അപ്വെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപ്വെല്ലിംഗ് നടക്കുമ്പോഴത്തേക്കും മേളിൽ ആൽഗയ്ക്ക് ഗ്രോ ചെയ്യാനായിട്ടുള്ള ഫേവറബിൾ കണ്ടീഷൻസ് വരികയും അവിടെ ആൽഗ എൻഹാൻസ്ഡ് ആയിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യും. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആൽഗൽ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാറുണ്ട്. പിന്നെ ഫ്ലഡിങ് ഒക്കെ വരുമ്പോൾ നല്ല ഫ്രഷ് വാട്ടറും അതില് ന്യൂട്രിയൻസിന്റെ ഇപ്പോൾ ഓടയൊക്കെ പൊട്ടിയിട്ട് അതുമായിട്ട് മിക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ന്യൂട്രിയന്റ് എൻറിച്ച്മെന്റ് ഒക്കെ കൂടും. അപ്പൊ അങ്ങനെയും ആൽഗൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത് പറയുന്നത് കുറച്ച് എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ആണ്. ലൈറ്റ് കൂടുമ്പോഴത്തേക്കും, ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പം, ഹൈ pH ലെവൽസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആൽഗൽ ബ്ലൂംസ് ഉണ്ടാവാറുണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്ന ഇതെന്ന് പറഞ്ഞാല് ആൽഗൽ ബ്ലൂംസ് ഉണ്ടാവുന്ന ഒരു പ്രോസസ് ആണ്. ആദ്യം ന്യൂട്രിയൻസ്, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ വന്നിട്ട് റിവേഴ്സിലും ലേക്സിലും ഒക്കെ വന്ന് അടിഞ്ഞുകൂടും. അപ്പൊ ഇവിടെ എന്താ, ആൽഗയൊക്കെ ഫ്ലറിഷ്ഡ് ആവും. ആൽഗ, ഡക്ക് വീഡ് അതുപോലത്തെ സീ ഗ്രാസസ് ഒക്കെ ഒരുപാട് കൂടും. പിന്നെ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ ആൽഗ, മേളിലുള്ള ആൽഗ ഇതിലുള്ള ഓക്സിജൻസിനെയൊക്കെ ഒരുപാട് ഉപയോഗിക്കും. ഓക്സിജൻ ഡിപ്ലീറ്റഡ് ആവും അവിടെ.
അത് മാത്രമല്ല, ഈ സൺലൈറ്റിന് ഇതിന്റെ മുകളിൽ തന്നെ തങ്ങി നിൽക്കും. ഇത് താഴോട്ട് പോകില്ല. അപ്പൊ താഴെയുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൺസിനൊന്നും, അതായത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സിനൊന്നും ഫുഡൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരും. ഇവർ ഓക്സിജൻ ഉപയോഗിക്കുന്നത് മാത്രമല്ലാതെ താഴെ കുറച്ച് ഡീകമ്പോസേഴ്സ് ഒക്കെ കാണാം. അവർ ഡീകമ്പോസിങ് പ്രോസസ്സ് നടക്കുമ്പം അവരും കുറെ ഓക്സിജൻസ് ഉപയോഗിക്കും. അപ്പം ഓക്സിജൻ ഒരുപാട് കണ്ടങ്ങ് ഡിപ്ലീറ്റഡ് ആവും. അപ്പൊ ഇവിടെയുള്ള ഓർഗാനിസത്തിന്, പ്രൊഡ്യൂസേഴ്സിനായാലും കൺസ്യൂമേഴ്സിനായാലും ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരും. അപ്പോഴത് ആ എക്കോസിസ്റ്റത്തിന് തന്നെ ഡെത്തിന് കാരണമാവുകയും ചെയ്യും. പിന്നെ അടുത്ത് പറയുന്നത് ആൽഗൽ ബ്ലൂംസ് ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ ഒരുപാട് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ ബോഡീസിലെ ടോക്സിക് അക്യുമുലേഷൻ ഉണ്ടാവും. ഒരുപാട് ഓർഗാനിസത്തിന്റെ ഡെത്തിനും സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറയാനും കാരണമാവും. ഇതിങ്ങനെ മുകളിൽ മാറ്റ് പോലെ കിടക്കുമ്പോഴത്തേക്കും ലൈറ്റിന്റെ പെനിട്രേഷൻ ലെവൽ കുറയും. ഫോട്ടോസിന്തസിസ് റേറ്റ്, അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലെ ഫോട്ടോസിന്തസിസ് റേറ്റ് കുറയുകയൊക്കെ ചെയ്യും. പിന്നെ ഡോമിനന്റ് ബയോട്ടിക് ചേഞ്ച് ഉണ്ടാവും. ബയോട്ട എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മെയിൻ ഓർഗാനിസം, ഡോമിനന്റ് ആയിട്ട് അവിടെ നിന്ന് ഓർഗാനിസം ചിലപ്പോൾ അത് നശിച്ചു പോവാം, ചിലപ്പോൾ അതിന് എന്തെങ്കിലും മ്യൂട്ടേഷൻസ് ഒക്കെ സംഭവിക്കാം. പിന്നെ ടർബിഡിറ്റി, വാട്ടറിന്റെ ടർബിഡിറ്റി കൂടും. അത് വാട്ടർ ലെസ് ട്രാൻസ്പാരന്റ് ആയിട്ട് മാറും. ഡീകമ്പോസിഷൻ റേറ്റും സെഡിമെന്റേഷൻ റേറ്റും ഒക്കെ കൂടും. പിന്നെ ടോക്സിക് അക്യുമുലേഷൻ കാരണം ഡ്രിങ്കിങ് വാട്ടറിൽ പ്രോബ്ലംസ് ഉണ്ടാവും. അതിനൊരു ബാഡ് ടേസ്റ്റ് അല്ലെങ്കിൽ ഓഡറസ് ആയിട്ടുള്ള വാട്ടർ ആയിട്ട് മാറും. നാവിഗേഷൻ ഒക്കെ നടക്കുന്ന ഏരിയ ആണെങ്കിൽ അവിടുത്തെ വാട്ടറിന്റെ ഫ്ലോയ്ക്കും നാവിഗേഷനും ഒക്കെ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കും. പിന്നെ നമ്മൾ പറഞ്ഞ നൈട്രജനും ഫോസ്ഫറസും ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ നൈട്രജന്റെ അളവ് കൂടുമ്പോൾ നൈട്രേറ്റിന്റെ അളവ് കൂടും. നൈട്രേറ്റിന്റെ അളവ് കൂടിയ വെള്ളം കൺസ്യൂം ചെയ്യുമ്പോഴാണ് നമുക്ക് മെത്തീമോഗ്ലോബിനീമിയ അല്ലെങ്കിൽ ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ടോക്സിൻസ് ഷെൽഫിഷസിൽ അക്യുമുലേറ്റ് ചെയ്യും. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇൽനെസ്സും പോസിബിൾ ഹെൽത്ത് ഡിസീസസ്, ഡെത്തും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. പക്ഷെ അത് മാത്രമല്ല, ചിലതൊക്കെ ബെനിഫിഷ്യൽ ആണ്. ചിലതൊക്കെ ഗുഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എൻവയോൺമെന്റൽ ചേഞ്ചസ് ആണ്. നമ്മൾ നേരത്തെ റീസൺസ് പറഞ്ഞപ്പോൾ ഗ്ലോബൽ ക്ലൈമറ്റിക് ചേഞ്ചസ് ഒരു റീസൺ ആയിട്ട് പറഞ്ഞു. അപ്പോൾ സീ ലെവൽ റൈസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാനൊക്കെ ആയിട്ടുള്ള ഗുഡ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് ആൽഗൽ ബ്ലൂംസിനെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇത്രയും നേരം ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷെ ടോക്സിൻസ് എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ലെസ് ദാൻ 1% മാത്രമാണ് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് ഒക്കെ വളരെ പൊട്ടന്റ് ആയിട്ടുള്ള ടോക്സിൻസ് ആണ്. ചിലര് ബയോജിയോ കെമിക്കൽ സൈക്കിൾസിലും നൈട്രജൻ ഫിക്സേഷനിലും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മൾ അത് പറഞ്ഞായിരുന്നു നേരത്തെ പറഞ്ഞപ്പോൾ. പിന്നെ ആൽഗൽ ബ്ലൂംസിൽ നിന്ന് ആന്റി ഓക്സിഡൻസ്, അതുപോലെ ഒരുപാട് ഇൻഡസ്ട്രിയൽ കെമിക്കൽസ്, റോ മെറ്റീരിയൽസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള യൂസസും ആൽഗൽ ബ്ലൂംസിനുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ യൂസസിനെക്കാളും കൂടുതൽ പൊട്ടൻറ്റ് അവരുണ്ടാക്കുന്ന പ്രോബ്ലംസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കൺട്രോൾ ചെയ്യാറാണ് പതിവ്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാം? ഇത് നമ്മൾ ന്യൂട്രിയൻസ്, അത് നൈട്രജൻ ഫോസ്ഫറസിന്റെ ഒക്കെ ലോഡ് വാട്ടർ ബോഡീസിൽ ഉണ്ടാകുന്നതിന് നമ്മൾ റിഡ്യൂസ് ചെയ്യണം. പിന്നെ സീവേജ് ട്രീറ്റ്മെന്റ്, സീവേജിന്റെ ലീക്കേജ് കാരണമാണ് ചിലപ്പോൾ ന്യൂട്രിയൻ എൻറിച്ച്ഡ് ആവാനുള്ള കാരണം തന്നെ. അപ്പൊ അപ്രോപ്രിയേറ്റ് സീവേജ് ട്രീറ്റ്മെന്റ് നടത്തണം. പിന്നെ ഡെയിലി യൂസേജിനുള്ള വാട്ടർ ആണെങ്കിൽ അവിടുത്തെ വാട്ടർ ക്വാളിറ്റി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നൈട്രജന്റെ കണ്ടന്റ് കൂടുതലാണോ എന്നൊക്കെ അറിയാനും ബ്ലൂ ബേബി സിൻഡ്രോം ഒക്കെ മാറ്റാനും നമുക്ക് അതുകൊണ്ട് കഴിയും. പിന്നെ എയറേഷനും മെക്കാനിക്കൽ മിക്സിങ്ങും ഒക്കെ നടത്തുമ്പോഴത്തേക്കും വാട്ടർ ബോഡീസിലുള്ള ന്യൂട്രിയന്റിന്റെ അളവ് കുറയ്ക്കാനും ഓക്സിജന്റെ അളവ് കൂട്ടാനും പറ്റും. എയറേഷനും മെക്കാനിക്കൽ മിക്സിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് എയറേഷൻ ഒക്കെ നടത്താം. അപ്പൊ അവിടെ ആൽഗൽ ബ്ലൂംസിന്റെ ഗ്രോത്ത് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ആൽഗൽ ബ്ലൂംസ് ഫോം ചെയ്തൊരു സ്ഥലത്ത് അൾട്രാസോണിക് വേവ്സ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽഗൽ ബ്ലൂംസിനെ നശിപ്പിക്കാൻ പറ്റും. കാരണം പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള അൾട്രാസോണിക് വേവ്സിന് ആൽഗയുടെ സെൽ സ്ട്രക്ചറിനെ ഡിസ്ട്രോയ് ചെയ്യാനും അതിന്റെ ബയാൻസിയെ നശിപ്പിക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ടും സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അക്വാട്ടിക് ഹെർബിസൈഡ്സ് അല്ലെങ്കിൽ ആൽഗിസൈഡ്സ് ഒക്കെ സ്പ്രേ ചെയ്യാം നമുക്ക്. കോപ്പർ സൾഫേറ്റ്, ആലം പോലെയുള്ള കെമിക്കൽസ് ഉപയോഗിച്ച് നമുക്ക് ആൽഗയെ കൊയാഗുലേറ്റ് ചെയ്ത് കളയാം. പിന്നെ അതുപോലെ പണ്ട് മുതലേ പ്രാക്ടീസ് ചെയ്ത് വരുന്നത് ബാർലി സ്ട്രോ ഒക്കെ ആൽഗൽ ബ്ലൂംസ് ഉള്ള വാട്ടർ ബോഡീസിൽ
ബാർലി സ്ട്രോ ഇങ്ങനെ നിരത്തിയിടും. അപ്പൊ അത് ആൽഗൽ ബ്ലൂംസിന്റെ ഗ്രോത്തിനെ നശിപ്പിക്കാറുണ്ട്. പിന്നെ അതുപോലെ അതൊരു ബയോ കൺട്രോൾ ആയിട്ട് പറയാം. അതുപോലെ ഒരുപാട് ബാക്ടീരിയാസിനെയും ബയോ കൺട്രോൾ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ആൽഗൽ ബ്ലൂംസ് ഉണ്ടെന്ന് കാണുന്ന വാട്ടർ സർഫേസിൽ നിന്ന് നമ്മൾ ഇൻടച്ച് ആവാതിരിക്കണം. കാരണം അവർ ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ആയാലും ടോക്സിൻസ് ഉള്ളത് കൊണ്ട് തന്നെ വേറെ നമുക്ക് ഇൽനെസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ ശ്രമിക്കണം. പിന്നെ സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ സോയിലിൽ ഇപ്പോൾ എന്തെങ്കിലും സ്പിൽസ് വഴി ഏതെങ്കിലുമൊക്കെ ന്യൂട്രിയൻസ് അടിഞ്ഞുകൂടി കിടക്കണമെന്നുണ്ടെങ്കിൽ സോയിൽ ഇറോഷൻ വഴി ഇത് നേരെ വാട്ടർ ബോഡീസിലായിരിക്കും എത്തുന്നത്. അപ്പൊ അതുവഴിയും ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇത്രയാണ് എന്റെ ടോപ്പിക്. ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.